നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. എൻ്റെ വീഡിയോകളൊക്കെ കാണുന്നുണ്ടല്ലോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പം നിങ്ങൾക്ക് പനിയും ചുമയൊക്കെ വിട്ടുമാറാത്ത ചുമയുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു മരുന്നുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതൊന്ന് നിങ്ങളെ കാണിക്കാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് സാധനം. ഇതാണ് നമ്മുടെ കല്ലുപ്പും മഞ്ഞപ്പൊടിയും. ഈ കല്ലുപ്പും മഞ്ഞപ്പൊടിയും പനിക്കുറുക്കയും തുളസി ഇലയും കൂടി ഇട്ട് നല്ല വൃത്തിക്ക് വെള്ളം തിളപ്പിക്കണം. തിളപ്പിച്ച് പനിക്കുറുക്കയും തുളസി ഇലയും കാണിക്കാൻ ഇപ്പോൾ എൻ്റെ കൈവശമില്ല. അതുകൊണ്ടാണ് മഞ്ഞപ്പൊടിയും കല്ലുപ്പും കാണിക്കുന്നത്. ഈ പനിക്കുറുക്കയും തുളസി ഇലയും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ നമുക്ക് കല്ലുപ്പും മഞ്ഞപ്പൊടിയാണ് വേണം. ഞാനിപ്പോൾ ഇച്ചിരിയെ കല്ലുപ്പ് കാണിച്ചിട്ടുള്ളൂ. ശകലവും കൂടെയൊക്കെ ഇട്ട് ഒരു 2 കപ്പ് വെള്ളം എടുത്ത് അതിനകത്ത് ഇട്ട് നല്ലതുപോലെ തിളപ്പിക്കണം. തിളപ്പിച്ച് ആവി പുറത്തോട്ട് പോകാത്ത ഒരു പാത്രത്തിൽ വേണം തിളപ്പിക്കാൻ. തിളപ്പിച്ച് കൊണ്ടുവച്ച് നല്ലതുപോലെ നമ്മുടെ തൊണ്ടയ്ക്കും നെറ്റിക്കും ഒക്കെ ആവി തട്ടുന്ന രീതിയിൽ ആവി കൊള്ളണം. ആവി കൊണ്ട് നമ്മൾ വിയർക്കണം. വിയർത്തൊഴുകിയിട്ട് അത് കഴിഞ്ഞ് നിങ്ങൾ എണീറ്റിട്ട് ആ വെള്ളം തന്നെ ചൂടോടെ നമ്മുടെ തൊണ്ടയ്ക്കും ഈ കണ്ണിൻ്റെ താഴെയും മൂക്കിൻ്റെ ഈ പാലത്തിൻ്റെ അവിടെയും നെറ്റിക്കും എല്ലാം നല്ല ശരിക്ക് തുണി മുക്കി പിഴിഞ്ഞ് ആ നല്ല ചൂടോടെ എല്ലായിടവും ഇങ്ങനെ അങ്ങോട്ട് വെച്ച് അമക്കി ആ ചൂട് പിടിക്കണം. നല്ല ചുമയുള്ളവരാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പനി മാറി കിട്ടുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ചുമയുള്ളവരുടെ കാര്യമാണ്. ഈ കഥ എല്ലാം കൂടെ നമ്മുടെ തൊണ്ടയ്ക്കും ഇവിടെ എല്ലാം കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ചുമ വിട്ടുമാറാത്തത്. അതുകൊണ്ട് ഇത് ചെയ്താൽ പൂർണ്ണമായിട്ടും ചുമ മാറിക്കിട്ടും. അത് ഉറപ്പാണ്. കാരണം 5-6 മാസത്തിന് മുമ്പ് എനിക്കൊരു പനി വന്നായിരുന്നു. പനി വന്നാൽ സാധാരണ എനിക്ക് ചുമ വരുന്ന ഒരാളാണ്. വന്ന് നമ്മൾ മരുന്ന് കഴിച്ചാൽ കുറേ ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും. പക്ഷേ ഇത് 6 മാസമായിട്ടും എനിക്ക് ചുമ വരുന്നു. എനിക്ക് കടയിൽ പോയി കച്ചവടം പോലും ചെയ്യാൻ പറ്റുന്നില്ല. ചായ ഒഴിക്കാൻ പോയി അതുപോലെ ചുമയാണ്. രാത്രി വീട്ടിൽ ചെന്നാൽ ഉറങ്ങാൻ പറ്റത്തില്ല. ചുമ കൊണ്ട് നേരം വെളുക്കോളം ചുമയ്ക്കുക. അല്ലെങ്കിൽ ചെമ്പകലത്തെ ഇട്ടടിക്കുന്ന കൂട്ടുള്ള ചുമയാണ്. അങ്ങനെ ആയപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞ് മണിക്ക് ഏതുകൊണ്ട് അസുഖമാണ്, അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലും ഒരു സംശയം തോന്നി. കാരണം ഇങ്ങനത്തെ ചുമ ആയി കഴിഞ്ഞപ്പം എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കും എന്നുള്ള എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ പേടിയൊന്നുമില്ല. മരിക്കുമെന്നുള്ള പേടിയൊന്നുമില്ല. അസുഖം വന്ന് മറ്റുള്ള മക്കളെ ബുദ്ധിമുട്ടിക്കുന്നതിലുള്ളൊരു വിഷമേ ഉള്ളൂ. അങ്ങനെ ആയപ്പോൾ അടുത്തൊരു ആശുപത്രി ഉണ്ട്. ഡോക്ടറെ ചെന്ന് കണ്ട് പറഞ്ഞപ്പം ചോദിച്ചു വീട്ടിൽ ആർക്കെങ്കിലും TV ഉണ്ടോയെന്ന്. ഞാൻ പറഞ്ഞ എൻ്റെ അച്ഛനുണ്ടായിരുന്നു. എന്നാൽ പുതിയ ആശുപത്രി TV അവിടെ നിന്ന് കൊണ്ട് കാണിക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ പോകണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ സ്വയം തോന്നി ഞാൻ ചെയ്തതാണ് ഈ കല്ലുപ്പും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വെള്ളം തിളപ്പിച്ച് ആവി കൊണ്ടതും ഇങ്ങനെ ഞാൻ തന്നെ ചെയ്ത് ഒരു 2-3 പ്രാവശ്യം ചെയ്തപ്പം പിടിച്ച് നിർത്തിയതുപോലെ എൻ്റെ ചുമ മാറി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെയും കൂടി ഇത് കാണിക്കുന്നതും അറിയിക്കുന്നത്. കാരണം നമുക്കിതിനകത്ത് കഷ്ടപ്പാടില്ല, ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഒരുപാട് പണച്ചെലവും ഇല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറയുന്ന രീതി ചെയ്യണം. നല്ലതുപോലെ ആവി പിടിക്കണം. തുണി ചൂടോടെ മുക്കി നെറ്റിക്കും കണ്ണിൻ്റെ താഴെയും ഈ മൂക്കിൻ്റെ അവിടെയും ഈ തൊണ്ടക്കുഴിയിലും എല്ലാം നല്ലതുപോലെ ചൂട് പിടിച്ചാൽ ചുമയ്ക്ക് ആശ്വാസം വരും. അത് ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്ന് ചെവി വേദനയുടെ, അതും എല്ലാവരും ചെയ്ത് നോക്കണം. ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. ആർക്ക് ദോഷങ്ങളൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫലം ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആർക്കും അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയി ഞാൻ ഉടനെ എത്തും. ബൈ.